മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ കവാട ഗോപുരങ്ങൾ പെയിൻ്റ് അടിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തും നമുക്ക് ഇത്തരം വലിയ കവാട ഗോപുരങ്ങൾ കാണാൻ പറ്റും. എങ്ങനെയായിരിക്കും ഇതിൻ്റെ പണി കഴിപ്പിച്ചിട്ടുണ്ടാവുക, എങ്ങനെയാണ് ഇതിൻ്റെ പെയിൻ്റ് അടിക്കുക എന്നൊക്കെയായിരുന്നു എൻ്റെ സംശയം. അതിനുള്ള ഉത്തരം കിട്ടിയത് ഇന്നാണ്. ഈ കവാടങ്ങളുടെ റിനോവേഷൻ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുതും വലുതുമായിട്ട് മൊത്തത്തിൽ 14ഓളം ഗോപുരങ്ങളുണ്ട് ഇവിടെ. അതിനെല്ലാത്തിൻ്റെയും പെയിൻ്റ് അടി നടക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഗോപുരത്തിൻ്റെ നീളം 52 മീറ്ററാണ്. അതായത് ഏകദേശം 31 ആൾക്കാരുടെ ഉയരം. ഓരോ ഗോപുരത്തിൻ്റെയും ചുറ്റും ഇങ്ങനെ വലിയ മുളകൾ വെച്ച് വലിയ ഉയരം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഇതിൻ്റെ റിനോവേഷനും പെയിൻ്റ് അടി വർക്കും ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പോയ സമയത്ത് പണിക്കാരെയും കാണാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഉയരമൊക്കെ വെച്ച് കെട്ടി പണി തുടങ്ങുന്നേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. മധുരയുടെ പ്രധാന ആകർഷണമാണ് ഈ മധുര മീനാക്ഷി ക്ഷേത്രം. മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണമാണ് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്തായിട്ട് നിൽക്കുന്ന ഈ 4 പ്രധാന കവാട ഗോപുരങ്ങൾ. ഇത് തന്നെ പൂവ്, இது தாமரை தம்பி. தாமரை பூ தான் அப்படியே மாலை மாலை போட்டு வச்சிருக்காங்க. அம்மா இல்ல செப்பல் அங்க போட்டு போவாங்க. காசு. ക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്നുകൂടെ കാണാൻ പോകാൻ. അപ്പോൾ ഓക്കെ, ബൈ.